അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, യൂട്യൂബ് വരുമാനം പല ആളുകളും തെറ്റിദ്ധരിച്ച ഒരു വിഷയമാണ്. യൂട്യൂബിലെ വരുമാനത്തെക്കുറിച്ച് ഇപ്പോഴും പല തെറ്റിദ്ധാരണകളും ഇത് സംബന്ധിച്ചിട്ടുണ്ട്. എന്നോട് തന്നെ നേരിട്ട് ഒരുപാട് ആളുകൾ, നമ്മളെ സുഹൃത്തുക്കളൊക്കെ ആയ ആളുകളൊക്കെ കാണുന്ന സമയത്ത് വീഡിയോ ചെയ്യാറുണ്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ ചോദിക്കുന്നത് യൂട്യൂബിൽ നിന്നൊക്കെ പൈസ കിട്ടുന്നത് തുടങ്ങിയിട്ടുണ്ടോ എന്നാണ്. ആദ്യം തന്നെ ചോദിക്കുന്ന ചോദ്യം അതാണ്, യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടൽ തുടങ്ങിയെന്നുള്ളത്. മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊന്നുമല്ല, ഞാൻ ചെയ്ത വീഡിയോ സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുക, അത്തരം കാര്യങ്ങൾ, അതിൻ്റെ ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയുക ഒന്നും വേണ്ട. പൈസ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. പിന്നെ പല വീഡിയോക്ക് താഴെയും ഇതുപോലെയുള്ള കമൻറ്റുകളും കാണാൻ കഴിയും, യൂട്യൂബ് വരുമാനം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഒരു കാലത്ത് യൂട്യൂബ് ക്രിയേറ്റർമാരുടെ പിന്നാലെ, അല്ലെങ്കിൽ നമ്മുടെ പിന്നാലെ യൂട്യൂബ് നടന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. നിങ്ങൾ വീഡിയോ ചെയ്യൂ, നിങ്ങൾക്ക് ഞങ്ങൾ പണം തരാം എന്ന് പറഞ്ഞുകൊണ്ട് യൂട്യൂബ് നമ്മുടെ പിറകെ നടന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു 3-4 വർഷം, ഈ കൊറോണയ്ക്ക് ശേഷം യൂട്യൂബിൻ്റെ പിന്നാലെ ആളുകൾ ഓടുന്ന അവസ്ഥയാണ്. ഞങ്ങൾ വീഡിയോ ചെയ്യാം, നിങ്ങൾ ഞങ്ങൾക്ക് പണം തരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ രൂപത്തിലേക്ക് യൂട്യൂബ് മാറിക്കഴിഞ്ഞു. അപ്പോൾ യൂട്യൂബിൻ്റെ വരുമാനം എന്ന് പറയുന്നത് വളരെ ശോകമാണ്. ഈ പറയുന്നത് പോലെ ചില ആളുകളുടെയൊക്കെ വിചാരം യൂട്യൂബിൽ ഒരു 10-20 വീഡിയോ ചെയ്യുമ്പോഴേക്ക് പിന്നെ മാസം ലക്ഷങ്ങളാണ് അവൻ്റെ വരുമാനം എന്നൊക്കെ തരത്തിലുള്ള ഒരുപാട് തെറ്റിദ്ധാരണകൾ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ യൂട്യൂബിൽ നിന്ന് മാസം എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ട്, ലക്ഷങ്ങളിൽ കിട്ടുന്നുണ്ട് എങ്കിൽ അതിൻ്റെ പിന്നിൽ അവർക്ക് ഒരുപാട് അധ്വാനമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അഥവാ അധ്വാനം മാത്രമല്ല, നല്ലൊരു കണ്ടൻറ്റ് ആളുകൾ ഏറ്റെടുത്ത നല്ല വൈറലായിട്ടുള്ള എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് സമയം ചിലവഴിച്ചിട്ടുണ്ട്, ഒരുപാട് അധ്വാനമുണ്ട്, ഒരുപാട് സാമ്പത്തിക ചിലവുണ്ട്. ഇതൊക്കെ കൂടിയിട്ടാണ് ഓരോ കണ്ടൻറ്റുകളും അല്ലെങ്കിൽ ഓരോ വീഡിയോകളും നമ്മളിലേക്ക് എത്തുന്നത്. എന്നാൽ 10-20 വീഡിയോ ചെയ്യുമ്പോഴേക്ക്, അല്ലെങ്കിൽ 14,000 സബ്സ്ക്രൈബേഴ്സ് കണ്ട് കിട്ടുമ്പോഴേക്ക്, കുറച്ച് ഫോളോവേഴ്സ് ആകുമ്പോഴേക്ക് ലക്ഷക്കണക്കിന് രൂപ കിട്ടും യൂട്യൂബിൽ നിന്ന്. ഇതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ്. യൂട്യൂബിൽ നിന്നൊക്കെ എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പോളിസികളും ഒരുപാട് നിയമങ്ങളും, യൂട്യൂബിൻ്റെ ഒരുപാട് നിയമങ്ങൾ തന്നെ ഉണ്ട്. ആ നിയമങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു തെറ്റായി, നിയമവിരുദ്ധമായിട്ട് യൂട്യൂബിന് വീഡിയോയിൽ നമ്മൾ ചെയ്താൽ ഉടനെ തന്നെ ചാനൽ പോകും. യൂട്യൂബിൻ്റെ പോളിസികളും നിയമങ്ങളും മാറിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ഇന്ന് ഒരു വീഡിയോ ചെയ്തു, ഒരു പക്ഷേ 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ യൂട്യൂബിൻ്റെ പോളിസി മാറിയിട്ടുണ്ടാവും. ആ വീഡിയോയിൽ പോളിസിക്ക് എതിരായിട്ടൊരു വിഷയം കണ്ടിട്ടുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ യൂട്യൂബ് ആ ചാനൽ പൂട്ടും. യൂട്യൂബ് ഇപ്പോൾ പരമാവധി ചാനൽ പൂട്ടിക്കാനാണ് നോക്കുന്നത്. ഒരുപാട് ആളുകൾ ചാനലുകൾ ഈ അടുത്ത കാലത്ത് തന്നെ പോയിട്ടുണ്ട്. യൂട്യൂബിൽ മാക്സിമം ഒരു ചാനൽ എന്ന് പറയുന്നത് ഒരു 3 വർഷമൊക്കെ നല്ല റീച്ച് കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ ആ ചാനൽ പതുക്കെ യൂട്യൂബ് തന്നെ ഡൗൺ ആക്കി കൊണ്ടുവരുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ യൂട്യൂബിൽ നിന്ന് നിങ്ങൾ കരുതുന്നത് പോലെ, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ കരുതുന്നത് പോലെ യൂട്യൂബിൽ നിന്ന് മാസലക്ഷങ്ങളൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല. പിന്നെ എൻ്റെ ഈ ചാനൽ എന്ന് പറയുന്നത്, പല ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ട്, ഞാനിതിൽ നിന്ന് ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്നൊക്കെ. എൻ്റെ ഈ ചാനൽ എന്ന് പറയുന്നത് ഇതിന് മുൻവശം പോയിട്ട് ഒരുപാടായിട്ടുണ്ട്. യൂട്യൂബിൻ്റെ ഇത് ആദ്യം ഒരു മ്യൂസിക് കാറ്റഗറിയിൽപ്പെട്ട ഒരു ചാനലായിരുന്നു. അതിൻ്റെ കോപ്പിറൈറ്റ് സ്ട്രൈക്കും കാര്യങ്ങളും എന്തൊക്കെ ഒരുപാട് വിഷയങ്ങൾ വന്ന് ഞാനത് ശ്രദ്ധിക്കാത്തത് കൊണ്ട് ഇതിൻ്റെ മോണിറ്റൈസേഷൻ പോയിട്ടുണ്ട്. ഇനി അഥവാ തുടക്കത്തിലും അവസാനത്തിലും പരസ്യം വരുന്നുണ്ട് എങ്കിൽ അത് ഞാൻ കൊടുത്തിട്ടല്ല, യൂട്യൂബിൻ്റെ തന്നെ ഈ അടുത്തൊരു പോളിസി പ്രകാരം യൂട്യൂബ് തന്നെ എടുത്തൊരു തീരുമാനമാണ്. മോണിറ്റൈസ് ആയ ചാനലാണെങ്കിലും അല്ലെങ്കിലും യൂട്യൂബ് പരസ്യം കൊടുക്കും. തുടക്കത്തിലും അവസാനത്തിലും യൂട്യൂബ് പരസ്യം കൊടുക്കും. ഇനി 8 മിനിറ്റിൽ കൂടുതലുള്ളൊരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഇടയിൽ പരസ്യം വന്നാൽ ഓക്കെ, അത് മോണിറ്റൈസ്ഡ് ആണ്. എൻ്റെ ചാനലിൽ അങ്ങനെ പരസ്യം വരും, ഇടയിൽ പരസ്യം വരില്ല. കാരണം ഫസ്റ്റിൽ വരുന്ന പരസ്യം യൂട്യൂബ് കൊടുക്കുന്നതാണ്, ഞാനൊന്നും ചെയ്തിട്ടല്ല. അപ്പോൾ പിന്നെ അവിടെ മറ്റൊരു സംശയമുണ്ട്, അങ്ങനെ പരസ്യം വന്നു കഴിഞ്ഞാൽ ആ പരസ്യത്തിൻ്റെ പൈസ അത് എനിക്ക് കിട്ടൂല. കാരണം എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് അല്ല. മോണിറ്റൈസ്ഡ് അല്ലാത്ത ചാനലിൽ യൂട്യൂബ് പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ ആ പരസ്യത്തിൻ്റെ ഒരു ശതമാനം ആ യൂട്യൂബാണ് എടുക്കുന്നത്. പലർക്കുമുള്ള തെറ്റിദ്ധാരണ യൂട്യൂബ് പൈസ കൊടുക്കുന്നുണ്ടെന്നാണ്. യൂട്യൂബ് ഒരാൾക്കും 1 രൂപയും കൊടുക്കുന്നില്ല. യൂട്യൂബല്ല പൈസ കൊടുക്കുന്നത്, ആഡ്സൻസ് ആണ്. യൂട്യൂബ് എന്ന് പറയുന്നത് പരസ്യം പ്രവർത്തിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ്. ആഡ്സൻസ് ആണ് പണം കൊടുക്കുന്ന ആൾ. യൂട്യൂബ് നമ്മളിൽ നിന്ന് പൈസ അങ്ങോട്ട് വാങ്ങുകയാണ് ചെയ്യുന്നത്. ഇനി എനിക്ക് കിട്ടുന്നുണ്ട് വിചാരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, അതിൽ ബേജാറാകണ്ട എന്ന് കരുതിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. ഇനി വരുമാനത്തിൻ്റെ ഹറാമ് ഹലാല് എന്നൊരു വിഷയം, അതവിടെ നിൽക്കട്ടെ. നമുക്ക് പെട്ടെന്ന് വിഷയത്തെക്കുറിച്ച് പഠിക്കണം, മനസ്സിലാക്കണം എന്ന് നമ്മൾ കരുതുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ പോകുന്നത് ഗൂഗിളിലേക്കാണ്. ഗൂഗിളിൽ സെർച്ച് ചെയ്തു, നമുക്ക് വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് ഒന്നും പിടികിട്ടിയിട്ടില്ല എങ്കിൽ നമ്മൾ നേരെ പോകുന്നത് യൂട്യൂബിലേക്കാണ്. യൂട്യൂബിൽ കയറിയാൽ അതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോകളുണ്ടാകും. ആ വീഡിയോയിൽ നിന്ന് നമ്മൾ ഉദ്ദേശിച്ച കാര്യം നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെ മനസ്സിലാക്കിയാൽ പിന്നെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് മുഴുവനും യൂട്യൂബിൽ നിന്ന് സെർച്ച് ചെയ്ത് നമുക്ക് കിട്ടുകയും വേണം. ആ കിട്ടിയ വീഡിയോ ചെയ്തയാൾക്ക് യൂട്യൂബിൽ നിന്നൊന്നും കിട്ടാനും പാടില്ല. അപ്പോൾ അത് ഹറാമായി, പ്രശ്നമായി, ഒരുപാട് വിഷയങ്ങളായി. സെർച്ച് ചെയ്തത് മുഴുവനും നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടണം. പക്ഷേ ഈ യൂട്യൂബിലേക്ക് ആരാണിത് അപ്ലോഡ് ചെയ്യുന്നത്? ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് ഇതൊരു കണ്ടന്റ് ആക്കിയിട്ട് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്ത വ്യക്തിക്ക് ഇതിൻ്റെ പിന്നിൽ ഒരുപാട് അധ്വാനമുണ്ട്, ചിലവുകളുണ്ട്, സാമ്പത്തികമായിട്ടും സമയമൊക്കെ ചിലവുകളുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടണ്ടേ? അത് കിട്ടാൻ പാടില്ല. പിന്നെ വീഡിയോ നമ്മൾ ആവശ്യമുള്ള വീഡിയോ ഒക്കെ യൂട്യൂബിൽ കിട്ടണം. പക്ഷേ അത് ചെയ്ത ക്രിയേറ്റർക്ക് പൈസ കിട്ടാനും പാടില്ല എന്ന് പറയുന്നത് ഒരു ഇരട്ടത്താപ്പാണ്, അല്ലെങ്കിൽ ഒരു ഈഗോ, മലയാളികൾക്ക് പൊതുവേ ഉള്ള ഒരു ഈഗോ.
പൈസ ഒന്നും കിട്ടാൻ പാടില്ല, നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ഉദ്ദേശിച്ചതൊക്കെ നമുക്ക് നേരത്തിനകത്തിന് കിട്ടുമാണം എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന ആളുകൾക്കും എന്തെങ്കിലുമൊക്കെ കിട്ടണമെങ്കിലേ അവർ തുടർന്നും അതുപോലുള്ള നല്ല നല്ല നമുക്ക് ആവശ്യമുള്ള നമുക്ക് പഠിക്കാൻ ഉപകരിക്കുന്ന ഒരുപാട് കണ്ടന്റുകൾ അവർക്ക് ചെയ്യാനുള്ള സാമ്പത്തികം കിട്ടുള്ളൂ. ഒരുവിധം ആളുകളൊക്കെ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ വീഡിയോ ചെയ്യുന്നതിന് വേണ്ടി അതിലേക്ക് തന്നെ ഇറക്കാനേ കാണുള്ളൂ, അല്ലാതെ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഈ പ്രൊമോഷൻ വർക്കുകൾ ചെയ്യുന്നവർക്കൊക്കെ എന്തെങ്കിലും മാസം കിട്ടുന്നുണ്ടായിരിക്കാം, അത് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നതും അല്ല. അവർക്ക് പ്രൊമോഷൻ അവരെ സമീപിക്കുന്ന കമ്പനിക്കാർ അല്ലെങ്കിൽ ഷോപ്പുകൾ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ആളുകളൊക്കെ അവരെ പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കുന്ന പ്രതിഫലമാണ്. അല്ലാതെ ഈ യൂട്യൂബിൽ നിന്ന് മാസലക്ഷങ്ങൾ കിട്ടുന്നുണ്ട് എന്നുള്ളതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ് എന്ന് മനസ്സിലാക്കുക.